ഹയർ സെക്കൻഡറി തുല്യതയുടെ രണ്ടാം വർഷ മലയാള ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ പരീക്ഷ അടുത്തെത്തി. അതിൻ്റെ ആശങ്കകൾ അത്രത്തോളം ഒന്നും നിങ്ങൾക്കില്ല. ഒന്നാം വർഷ പഠിതാക്കളുടെ അത്രമാത്രം സംശയങ്ങളോ ആശങ്കകളോ ആത്മസംഘർഷങ്ങളോ നിങ്ങൾക്കില്ല. കാരണം ഒന്നാം വർഷ പരീക്ഷ എഴുതി കഴിഞ്ഞ ആളുകളാണ് നിങ്ങൾ. ചോദ്യ രീതി എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഉത്തരം എഴുതേണ്ടുന്ന രീതികളും അറിയാം. അതുകൊണ്ട് ആ കാര്യത്തിൽ കൂടുതൽ സംസാരിക്കുന്നില്ല. എങ്കിലും മാറിയ സാഹചര്യത്തിൽ ചോദ്യപേപ്പറിന്റെ ഘടനയും അവയുടെ രീതികളെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇപ്രാവശ്യം നമുക്ക് ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ കുറച്ച് പാഠഭാഗങ്ങൾ തന്നിട്ടുണ്ട്. അതിനർത്ഥം സ്വയം പഠന സാമഗ്രിയിലെ മുഴുവൻ പാഠങ്ങൾക്കും ഒരേ വെയിറ്റേജ് അല്ല കൊടുത്തിട്ടുള്ളത്. ചില പ്രത്യേക പാഠങ്ങളിൽ നിന്ന് കൂടുതൽ മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ടാകും. സ്വാഭാവികമായും ആ അധ്യായങ്ങൾക്ക് നമ്മളൊരു ഊന്നൽ കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ച് പാഠഭാഗങ്ങൾ പഠിക്കുമ്പോൾ തന്നെ പരമാവധി സ്കോർ നേടിയെടുക്കാൻ നമുക്ക് കഴിയുന്നു. നമുക്കറിയാവുന്നതാണ്, 100 മാർക്കിനുള്ള നമ്മുടെ പരീക്ഷയിൽ നമ്മൾ എഴുത്ത് പരീക്ഷയിലൂടെ നേടുന്നത് 80 മാർക്കാണ്. 20 മാർക്ക് നമ്മുടെ നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ 80 മാർക്ക് അതാണ് നമ്മുടെ ലക്ഷ്യം. 80 മാർക്കിൽ കുറഞ്ഞ് നമ്മൾ പ്രതീക്ഷിക്കുന്നേയില്ല. മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. നമ്മളെ ഏറ്റവും ഇഷ്ടത്തോടു കൂടി നമ്മൾ പഠിച്ച അധ്യായങ്ങളാണ്, സാഹിത്യ രൂപങ്ങളാണ്. അവ ആസ്വദിച്ച് പഠിച്ചതാണ്. പരീക്ഷയ്ക്കല്ലാതെ തന്നെ നമ്മൾ നന്നായി അത് വായിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും 100% മാർക്ക് അഥവാ 80 മാർക്ക് അതിൽ കുറഞ്ഞ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ നിങ്ങളുടെ തുടർ മൂല്യനിർണ്ണയം, നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമായിട്ടുള്ള 20 മാർക്ക് അതിൽ എത്ര മാത്രം നിങ്ങൾക്ക് അർഹതയുണ്ടോ അത് പരമാവധി തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങളുടെ ക്ലാസ് മുറിയിലെ നിങ്ങളുടെ പ്രകടനം, അതുപോലെ യൂണിറ്റ് ടെസ്റ്റ്, അതേപോലെ തന്നെ നമ്മുടെ ഭാഷാ പഠന രേഖയിലെ ഉള്ളടക്കം, അതിൻ്റെ ക്രമീകരണം, ഇവയൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് പരമാവധി മാർക്ക് തന്നെ അതിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എഴുത്ത് പരീക്ഷയിലെ 80 മാർക്ക് പൂർണ്ണമായി നേടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫോക്കസ് ഏരിയ, അതിലുള്ള അധ്യായങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ഗാന്ധാരി വിലാപം, വെള്ളപ്പൊക്കത്തിൽ, ജീവന്റെ വഴി, ഈ 3 പാഠങ്ങളിൽ നിന്നായി 18 വീതം മാർക്കുകൾക്കുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുന്ന 3 അധ്യായങ്ങളാണ് എഴുത്തച്ഛൻ്റെ ഗാന്ധാരി വിലാപം എന്ന പാഠഭാഗം, തകഴി ശിവശങ്കരപ്പിള്ളയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന ചെറുകഥ, ടി പത്മനാഭന്റെ ജീവന്റെ വഴി എന്ന ചെറുകഥ. 18 വീതം മാർക്കിലുള്ള ചോദ്യങ്ങൾ ഈ പാഠഭാഗങ്ങളിൽ നിന്നുണ്ടാകും. പിന്നീട് സുഹൃതം എന്ന സിനിമയുടെ ഒരു തിരക്കഥയുടെ ഒരു ഭാഗം നമ്മൾ പഠിച്ചു. അതുപോലെ ഗ്രേസിയുടെ ഗൗളി ജന്മം എന്ന ചെറുകഥയും പഠിച്ചു. ഈ 2 പാഠത്തിൽ നിന്നും 15 വീതം മാർക്കുകൾക്കുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നീട് APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥാഭാഗമായ ഉദാത്തമായ സന്ദേശങ്ങൾ, അതുപോലെ അതിരുകളില്ലാത്ത സ്നേഹം, നാടോടികളും വീട്ടുകാരും എന്നീ പാഠഭാഗങ്ങളിൽ നിന്ന് 12 വീതം മാർക്കുകൾക്കുള്ള ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, 8 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ തന്നെ 120 മാർക്കിന് ഉള്ള ചോദ്യങ്ങൾ അവയിൽ നിന്നുണ്ടാകുന്നു. നമുക്ക് 120 മാർക്ക് വേണ്ട, നമുക്ക് 80 മാർക്ക് മതി. അപ്പോൾ 80 മാർക്ക് നമുക്ക് നേടാൻ വേണ്ടി തരുന്നത് കുറഞ്ഞ പാഠങ്ങളിൽ നിന്ന് തന്നെ 120 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. സ്വാഭാവികമായും വളരെ എളുപ്പമാണ് അപ്പോൾ ഈ വർഷം. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കരുത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 120 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ട്. അതിൽ നിന്ന് 80 മാർക്കിനുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എഴുതുക, പൂർണ്ണമായ മാർക്ക് വാങ്ങുക. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത്, ചോദ്യപേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടുന്നുണ്ട്. കൂൾ ഓഫ് ടൈം എന്ന പേരിൽ ചോദ്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ളൊരു സമാശ്വാസ സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്
കൃത്യമായ ആ സമയം കൊണ്ട് തന്നെ ചോദ്യപേപ്പർ നന്നായി വായിച്ച് മനസ്സിലാക്കി 80 മാർക്കിന് നമ്മൾക്ക് ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക. പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തി വയ്ക്കുക. അപ്പോൾ അങ്ങനെ ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനുള്ളത് ഉണ്ട്, ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനുള്ളതുണ്ട്, വാക്യ ശുദ്ധി വരുത്താനുള്ളതുണ്ട്, അതുപോലെ വാക്യ നിർമ്മാണം ഉണ്ട്, ചേരുംപടി ചേർക്കാനുള്ളതുണ്ട്, പിന്നെ 4 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ട്, 5 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ട്, 8 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പം ഇത്തരം മാതൃകകളിലൂടെ 120 മാർക്കിനുള്ളത് നമ്മുടെ ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നു. ചോദ്യപേപ്പറിൽ 180 മാർക്കിനല്ല, അതിനേക്കാൾ കൂടുതൽ മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. ഫോക്കസ് ഏരിയ എന്ന നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടുന്ന ഈ പാഠഭാഗങ്ങളിൽ നിന്ന് തന്നെ 120 മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ സമാശ്വാസ സമയത്ത് ഇത് 80 മാർക്കിനുള്ളത് ഏറ്റവും എളുപ്പമുള്ളത് ആദ്യമേ തന്നെ ടിക്ക് ചെയ്ത് വെക്കുക. പരീക്ഷ തുടങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് അത് എഴുതുക. കൃത്യമായ സമയം പാലിച്ചുകൊണ്ട് തന്നെ എഴുതുക. എഴുതി 80 മാർക്കിനുള്ള നമ്മൾ ചോദ്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു, കൃത്യമായി ഭംഗിയായിട്ട് എഴുതി എന്ന് കരുതുക. പക്ഷെ പരീക്ഷാ സമയം കഴിഞ്ഞിട്ടില്ല, ഇനിയും സമയമുണ്ട്, കുറച്ച് സമയം കൂടിയുണ്ട്. അപ്പോൾ പിന്നെ വെറുതെ പേപ്പറൊക്കെ കെട്ടിവെച്ച് വെറുതെ ഇരിക്കരുത്. ബാക്കിയുള്ള ചോദ്യങ്ങൾ ഉത്തരം എഴുതിക്കൊള്ളുക. ബെല്ലടിക്കുന്നത് വരെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ 1 മാർക്ക് പോലും നഷ്ടപ്പെടാതെ നല്ല രീതിയിൽ പൂർണ്ണമായ ആ സ്കോർ വാങ്ങുക, നേടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ രീതി അവലംബിക്കാവുന്നതാണ്. പിന്നെ സമാശ്വാസ സമയത്ത് നമുക്ക് പോയിന്റുകളായിട്ട് മനസ്സിൽ ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ അതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൈഡിൽ എഴുതി വെക്കാം എന്ന് കരുതേണ്ടതില്ല. ചോദ്യപേപ്പറിൽ അങ്ങനെയൊന്നും എഴുതി വെക്കാൻ പാടില്ല. അതൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെയാണ് അടുക്കി വയ്ക്കേണ്ടത്. പിന്നെ അടയാളപ്പെടുത്തി വയ്ക്കാമെന്ന് മാത്രം, നമ്മൾ ഏതാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്ന് അടയാളപ്പെടുത്താം. കാരണം നമുക്ക് സമയം തികയാത്തതുകൊണ്ട്. കാരണം 80 മാർക്കിനുള്ള ഈ ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് 2.5 മണിക്കൂർ സമയമാണ്. അപ്പോൾ സ്വാഭാവികമായും മലയാളത്തിന് എല്ലാ പഠിതാക്കളും പറയാറുള്ളത് സമയം കിട്ടിയില്ല, 2 എസ്സേ വിട്ടു എന്നൊക്കെയാണ് പറയും. ഇപ്പം 2 ഉപന്യാസം വിട്ടു കഴിഞ്ഞാൽ 12 മാർക്ക് അവിടെ പോയിരുന്നു. അങ്ങനെയൊക്കെയാണ് ഈ മാർക്കുകൾ നഷ്ടപ്പെടുന്നത്. പൂർണ്ണമായ മാർക്ക് വാങ്ങാൻ നമുക്ക് കഴിയാവുന്ന നമ്മുടെ മാതൃഭാഷ, നമ്മുടെ സാഹിത്യരൂപങ്ങൾ എന്നിവയിൽ 1 മാർക്ക് പോലും പോകുന്നത് സങ്കടകരമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ അടയാളപ്പെടുത്തുക, കൃത്യമായിട്ട് എഴുതുക. പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഉത്തരങ്ങൾ എഴുതുമ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് എഴുതാനും ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനും ചേരുംപടി ചേർക്കാനൊന്നും അധിക സമയം ആവശ്യമില്ല. അപ്പം അറിയുന്നത് പെട്ടെന്ന് ഇത് ചെയ്യുക, അറിയാത്തതിന് അവിടെ നമ്പർ ഇട്ട് വെക്കാം, ആ സ്ഥലം ഒഴിവാക്കി വെക്കുക. അവസാനം പരീക്ഷയുടെ ഏതെങ്കിലും സമയത്ത് അല്ലെങ്കിൽ പരീക്ഷയുടെ അവസാനമായിരിക്കും നമ്മൾ ആ ഉത്തരം ചിലപ്പോൾ കിട്ടുക, ഒറ്റവാക്കിലൊക്കെ അപ്പോഴാണ് ഓർമ്മ വരിക. ആ സമയത്ത് അവിടെ എഴുതിയാൽ മതി. പിന്നീട് 4 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ട്, 5 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ട്, 8 മാർക്കിനുള്ള ചോദ്യങ്ങൾ. എഴുതേണ്ടുന്ന രീതി ഇതാണ്. അപ്പോൾ ആദ്യം അവതരിപ്പിച്ച ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക, ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക, ചേരുംപടി ചേർക്കുക, വാക്യശുദ്ധി വരുത്തുക, പിന്നെ 4, 5, 8 മാർക്കുകൾക്കുള്ള ചോദ്യങ്ങൾ. ആ രീതിയിൽ തന്നെയാണ് ചോദ്യപേപ്പർ വരുന്നത്. പക്ഷേ ആകെയുള്ള വ്യത്യാസം ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കാനാണ് സാധ്യത. ഇപ്പോൾ ചോദ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കും. അതിൽ നിന്ന് നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഏതാണോ എന്ന് നമുക്ക് പരീക്ഷയുടെ മുമ്പായി അനുവദിക്കപ്പെട്ട കൂൾ ഓഫ് ടൈം എന്ന ആ സമയത്ത് പെൻസിൽ കൊണ്ട് നമുക്ക് ടിക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, നമുക്ക് അതൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ ഒരു നിശ്ചിത സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ 80 മാർക്കിനുള്ള തനിക്കറിയാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഉത്തരം അറിയാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തിയിട്ട് അടയാളപ്പെടുത്തുക കൂടി ചെയ്യണം. ആ സമയത്ത് പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തി വയ്ക്കുക. മറ്റൊന്നും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി വെക്കാൻ കഴിയില്ല. ഏതെങ്കിലും പോയിന്റുകൾ സൈഡിൽ കുറിച്ച് വെക്കാമെന്ന് കരുതരുത്, അങ്ങനെ ചെയ്യരുത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ, നമ്മുടെ സൈൻ, ഇവകൾ മാത്രമേ എഴുതാൻ അവകാശമുള്ളൂ. അല്ലാതെ അതിൽ മറ്റൊന്നും എഴുതി വെക്കരുത്. അപ്പം നമ്മൾ ഈ അടയാളപ്പെടുത്തുന്നത് തന്നെ പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തി വയ്ക്കുന്നു. കാരണം എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് ഏതാണ് നമ്മൾ കണ്ടുവച്ച ചോദ്യങ്ങൾ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഇപ്പോൾ സ്വാഭാവികമായി നമ്മൾ ആദ്യം തന്നെ 80 മാർക്കിനുള്ള ചോദ്യങ്ങൾ അടയാളപ്പെടുത്തി വയ്ക്കും. അപ്പോൾ നിശ്ചിത സമയത്ത് ബെല്ലടിക്കുമ്പോൾ ഉടൻ എഴുതി തുടങ്ങുന്നു.
അത് കഴിവതും ചോദ്യങ്ങളുടെ ക്രമം അനുസരിച്ച് തന്നെ എഴുതാൻ ശ്രമിക്കുക. ചില ആളുകളുണ്ട്, അവസാനത്തെ ഉപന്യാസമായിരിക്കും ആദ്യം എഴുതുന്നത്, പിന്നെ 4 മാർക്കിനുള്ള മൂന്നാമത്തെ ചോദ്യം ആദ്യം എഴുതും, പിന്നെ ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനുള്ളത് എഴുതും. അപ്പോൾ അതൊരു ക്രമം, അതൊരു പ്രശ്നമാണത്. ഇപ്പോൾ പേപ്പർ വാല്യുവേഷനിൽ അത് നോക്കുമ്പോൾ ഒരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കൃത്യമായ രീതിയിൽ ഇപ്പം നമ്മുടെ ആൻസർ ഷീറ്റ് നോക്കുന്ന അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് വളരെ വേഗത്തിൽ നമ്മൾ എഴുതിയത് മനസ്സിലാക്കാനും പെട്ടെന്ന് തന്നെ നോക്കിപ്പോകാനും കഴിയണം. അതിലൂടെ നമുക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുകയും ചെയ്യണം. അതിന് ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കഴിവതും, അപ്പോൾ ആദ്യം ഉപന്യാസം എഴുതി എന്നതുകൊണ്ട് അതൊരു തെറ്റാണ് എന്നല്ല പറയുന്നത്. 5 മാർക്കിന്റെ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ആദ്യം എഴുതിയത് എന്നത് ഒരു തെറ്റാണ് എന്നല്ല പറയുന്നത്. കഴിവതും ആ ക്രമം അനുസരിച്ച് തന്നെ, ചോദ്യപേപ്പറിലെ ക്രമം അനുസരിച്ച് തന്നെ എഴുതാൻ ശ്രമിക്കുക. അതിനാണ് ആദ്യം തന്നെ ഇത് ടിക്ക് ചെയ്ത് വെക്കണം, അടയാളപ്പെടുത്തി വയ്ക്കണമെന്ന് പറഞ്ഞത്. പിന്നീട് ചെയ്യേണ്ടത്, ഉത്തരം എഴുതി തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് എഴുതുക. അപ്പോൾ അതിൽ പരമാവധി ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലാണ്. സ്വാഭാവികമായും നമുക്ക് മനസ്സിലാകുന്ന, നമ്മൾ പഠിച്ച പാഠഭാഗത്ത് നിന്ന് വരുന്ന എല്ലാം ആദ്യം തന്നെ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് എഴുതുക. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സമയം ഒരു പ്രശ്നമാണ്. 80 മാർക്കിന് ഉള്ള ഈ എഴുത്ത് പരീക്ഷയ്ക്ക് നമുക്ക് ലഭിക്കുന്നത് 2.5 മണിക്കൂറാണ്. 2.5 മണിക്കൂർ കൊണ്ട് 80 മാർക്കിനുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതണം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവയ്ക്ക് ആ നിശ്ചിതമായുള്ള സമയക്രമമുണ്ട്, അത് പാലിക്കണം. അതുപോലെ തന്നെ കൂടുതലോ കുറവോ ആയി എഴുതി പോകരുത്. ഞാൻ ആദ്യം പറഞ്ഞു, ചോദ്യപേപ്പറിൽ ഓരോ ചോദ്യങ്ങളും എത്ര അളവിൽ എഴുതണം, അതിന് എത്ര സമയമെടുക്കണം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടാകും. ഓരോ ചോദ്യങ്ങൾക്കും ഇത്ര സമയമെടുക്കാമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടാവില്ല. ആകെ 80 മാർക്കിന് ഉള്ള ഈ പരീക്ഷയ്ക്ക് 2.5 മണിക്കൂർ എടുക്കാം, അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം എത്രത്തോളം എഴുതണമെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. 4 മാർക്ക് 5 മാർക്ക് ഉള്ള സ്കോറുള്ള ചോദ്യങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ഭാഷാ പഠന രേഖയിലെ അവധാരണ ചോദ്യങ്ങളോ അപഗ്രഥന ചോദ്യങ്ങളോ ആണ്. അപ്പൊ ഇവയ്ക്ക് ഉള്ള ഉത്തരസൂചികകൾ നമ്മുടെ സ്വയം പഠന സാമഗ്രിയിൽ തന്നെ ഉണ്ടായിരുന്നു. അവയ്ക്ക് ഉത്തരം കണ്ടെത്തി നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ്. എങ്കിലും ഒരിക്കൽ കൂടി അതൊന്ന് നോക്കാം. എങ്ങനെയാണ് ആ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, കഴിഞ്ഞ 2 വർഷം എങ്ങനെയാണ് വന്നിട്ടുള്ളത്, അപ്പോൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് 2 വർഷത്തെ ചോദ്യപേപ്പർ എടുത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഏതായാലും ഈ ക്ലാസ് ഇവിടെ അവസാനിക്കും.